ഹായ് വെൽക്കം ടു ദ ഫോർത്ത് ലെസൺ. അപ്പം സോഷ്യോളജിയുടെ 4ാമത്തെ ലെസൺ ആണിത്. ഇവിടെ നമ്മൾ സോഷ്യൽ വർക്കിന്റെ ഐഡിയോളജീസ് ആണ് ഈ ഒരു ലെസണിലൂടെ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് ലഭിക്കുന്നതിനും ഡെയിലി ക്വസ്റ്റ്യൻസും ഒക്കെ ലഭിക്കുന്നതിനായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന്റെ ലിങ്ക് ഞാൻ കമന്റ്സിൽ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. അപ്പം നോട്ട്സ് ആവശ്യമുള്ളവരും ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. പക്ഷെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കംപ്ലീറ്റ് ഫുൾ ലെസൺസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്നത്. ഓക്കെ, സോ ഐഡിയോളജീസ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് സോഷ്യൽ വർക്ക് നമ്മളിപ്പോൾ ഓൾറെഡി നോക്കി. സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷനാണ്. സോഷ്യൽ വർക്കിന് ഒരു 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 അക്കാഡമിക് ഡിസിപ്ലിനും കൂടിയാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരുപാട് അധികം ഐഡിയോളജീസ് ഐഡിയലി സോഷ്യൽ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസിലേക്ക് എത്തിച്ചേരുന്നതിനും സോഷ്യൽ വർക്കിന്റെ പ്രാക്ടീസ് നടപ്പാക്കി പോകുന്നതിനും അതിൻ്റെ ഗോൾസ് നിർണ്ണയിക്കുന്നതിനും ഒക്കെ ആയിട്ട് ഒത്തിരി അധികം ഐഡിയോളജീസ് ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ഈ ഐഡിയോളജീസ് ആണ് സോഷ്യൽ വർക്കിന്റെ ഒരു തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻ ആകുന്നത്. ആൻഡ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാക്ടീഷണേഴ്സിന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പൊ അവർക്ക് സോഷ്യൽ ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നതിനും സോഷ്യൽ ജസ്റ്റിസ് അഡ്വക്കേറ്റ് ചെയ്യുന്നതിനും കമ്മ്യൂണിറ്റീസിനെയും ഇൻഡിവിജ്വൽസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഈ ഐഡിയോളജീസ് എന്ന് പറയുന്നത് ഒരു ബേസ് ആയി മാറുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം പ്രൈമറി ആയിട്ട് ഇതിന്റെ ഐഡിയോളജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലിബറലിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, ഫെമിനിസം ഉണ്ട്, റാഡിക്കലിസം ഉണ്ട്, ഗാന്ധിയൻ ഐഡിയോളജിയും അതിനകത്തുണ്ട്. അപ്പൊ ഈ ഓരോ ഐഡിയോളജിയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് ഈ ഓരോ ഐഡിയോളജിയും സോഷ്യൽ വർക്കിന് നൽകുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ലിബറലിസം, സോഷ്യലിസം, ഫെമിനിസം, radicalism, Gandhian ideology, and finally we will look at what are the inspirations from Ruskin, Tolstoy and Thoreau. Okay, അപ്പോൾ ഇതാണ്. ഇനി ലിബറലിസം നമുക്ക് ആദ്യം ഒന്ന് ക്വിക്ക് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ലിബറലിസത്തിന്റെ ആ ഒരു ഒറിജിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17th to 18th സെഞ്ചുറീസിലാണ് ലിബറലിസം ശരിക്കും ഒറിജിനേറ്റ് ചെയ്തത്. അപ്പം ലിബറലിസം കംപ്ലീറ്റ് ആയിട്ട് ബേസ് ചെയ്തിരിക്കുന്നത് ഇസ് ഓൺ ദി എൻലൈറ്റൻമെന്റ്സ് എംഫസിസ് ഓൺ റീസൺ വേണം, ഇൻഡിവിജ്വലിസം വേണം, സ്കെപ്റ്റിസിസം ഓഫ് അതോറിറ്റി എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഫിലോസഫേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് ജോൺ ലോക്ക്, റോസു, and then we have ജോൺ സ്റ്റുവർട്ട് മിൽ. ഇവരൊക്കെയാണ് ശരിക്കും എന്താ പറയേണ്ടത് ഈ ഒരു ലിബറൽ തോട്ടിന്റെ ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്തവര് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ഇതിന്റെ ഗ്രൗണ്ട് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് അവർ അഡ്വക്കേറ്റ് ചെയ്തത് അത് നാച്ചുറൽ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ. ഇപ്പൊ നാച്ചുറൽ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ലൈഫ്, ജീവിക്കാനുള്ള ആ ഒരു അധികാരം, അല്ലെ? ലിബർട്ടി, ഫ്രീഡം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് പ്രോപ്പർട്ടി, നമ്മൾ ഓൺ ചെയ്യുന്ന ഓരോ തരത്തിലുള്ള പ്രോപ്പർട്ടി. അപ്പൊ ഈ ഐഡിയാസ് ആണ് ആ ഒരു ബിലീഫിന് ആധാരമായത്. അതായത് ഇൻഡിവിജ്വൽസ് ഷുഡ് ബി ഫ്രീ ഫ്രം ഒപ്രസീവ് ഗവർണൻസ്. ഒപ്രസീവ് എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെടുന്ന ഗവർണൻസിൽ നിന്ന് ഇൻഡിവിജ്വൽസ് ഫ്രീ ആകണം. ഫ്രീ ആയിട്ട് ദേ ഷുഡ് ഹാവ് ദി കപ്പാസിറ്റി ടു പെർസ്യൂ ദിയർ ഓൺ ഹാപ്പിനെസ് ആൻഡ് ഫുൾഫിൽമെന്റ്. ഇതാണ് ബേസിക്കലി ലിബറലിസം എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഓരോ വ്യക്തിയും ഫ്രീ ആയിരിക്കണം. അടിച്ചമർത്തുന്ന ഒപ്രസീവ് ആയിട്ടുള്ള ഒരു ഗവർണൻസിന്റെ ഭാഗമാകരുത് അവർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗവൺമെന്റ് ആയിരിക്കരുത് അവരുടെ മുകളിലുള്ളത് അല്ലെങ്കിൽ അവരെ ഭരിക്കുന്നത്. നേരെ മറിച്ച് ഇൻഡിവിജ്വൽസ് ഫ്രീ ആയിരിക്കണം. അവർക്ക് അവരുടെ സ്വന്തം ഹാപ്പിനെസ്സും ഫുൾഫിൽമെന്റും പെർസ്യൂ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ ഇതാണ് ലിബറലിസത്തിന്റെ ഒരു ബേസിക് ഐഡിയ. നമ്മൾ ഇതിന്റെ ഒരുപാട് ആഴത്തിലേക്ക് നമ്മൾ കടക്കണ്ട. ഇൻസ്റ്റെഡ് വാട്ട് വി വിൽ സീ ഈസ് എങ്ങനെയാണ് ഇത് ആ ഒരു സോഷ്യൽ വർക്ക് ഐഡിയോളജി ആയിട്ട് ഇവോൾവ് ചെയ്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ലിബറലിസത്തിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഇപ്പം മനസ്സിലായി. ഇൻഡിവിജ്വൽ റൈറ്റ്സിൽ അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇക്വാളിറ്റി ഉണ്ടാകണം എന്നുള്ളതിനകത്ത്, അതായത് എല്ലാവർക്കും സമത്വം ഉണ്ടാകണം എന്നുള്ളതിനകത്ത്, ആൻഡ് ഓൾസോ ഡെമോക്രസി എന്നുള്ളത്. ഡെമോക്രാറ്റിക് ആണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഡെമോക്രസിയും ഉണ്ടായിരിക്കണം ഇവിടെ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഇത് തന്നെയല്ലേ ശരിക്കും വളരെ നാച്ചുറൽ ആയിട്ട് ആ ഒരു സോഷ്യൽ വർക്കിന്റെ ആധാരമായി മാറുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡുമായിട്ടൊരു ഡയറക്റ്റ് കണക്ഷൻ, ഒരു ലിങ്ക് ഇവിടെ വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എസ്പെഷ്യലി ഇത് സ്റ്റാർട്ടഡ് ഇൻ ദ ലേറ്റ് 19th ആൻഡ് ദ ഏർലി 20th സെഞ്ചുറീസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു സമയത്താണ് ഏകദേശം സോഷ്യൽ വർക്ക് കുറെ കൂടെ ഫോർമൽ ആയിട്ട് വന്ന് ഒരു പ്രൊഫഷനായിട്ട് അത് ഉടലെടുത്ത് മുന്നോട്ട് നീങ്ങിയത് ഏകദേശം ഈ ഒരു സമയത്ത് എന്ന് പറയാം. അപ്പോൾ ഈ ലിബറൽ പ്രിൻസിപ്പിൾസ് ആണ് സോഷ്യൽ വർക്ക് ആ ഒരു സമയത്ത് അഡോപ്റ്റ് ചെയ്തത് ടു ഗൈഡ് ഇറ്റ്സ് മിഷൻ ഓഫ് അഡ്രസ്സിങ് സോഷ്യൽ ഇഷ്യൂസ്. അപ്പം മനുഷ്യന്റെ ആ ഒരു വെൽബീങ് പ്രൊമോട്ട് ചെയ്യുന്നതിനും ആ ഒരു സോഷ്യൽ ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നതിനും ആ ഒരു ഇനിഷ്യൽ സ്റ്റേജസിൽ അഡോപ്റ്റ് ചെയ്തതാണ് ഈ ലിബറലിസത്തിന്റെ പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ്. ഈ ഒരു കീ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് എന്ന് ഈ ഒരു എന്താ പറയേണ്ടത്, ലിബറലിസം ഒരു ഐഡിയോളജി എന്ന നിലയിൽ സോഷ്യൽ വർക്കിൽ വന്നതിനകത്ത് ആ ഒരു എന്താ പറയേണ്ടത് അതിന്റെ കീ എലിമെന്റ്സ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ, ഒന്ന് പ്രോഗ്രസീവ് ഇറ റിഫോംസ്, മറ്റൊന്ന് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സേഫ്റ്റി നെറ്റ്സ്, ആൻഡ് തേർഡ് വൺ വാസ് ദ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്. അപ്പൊ ഈ ഒരു പ്രോഗ്രസീവ് ഇറ റിഫോംസ് എന്ന് പറയുമ്പോഴത്തേക്ക്, പ്രോഗ്രസീവ് ഇറ എന്ന് പറയുന്നത് ഒരു 1890s മുതൽ ഒരു 1920s വരെ പ്രോഗ്രസീവ് ഇറ ആണ്. I mean, especially this was the progressive era in the United States, and United States they saw a very significant social and political reform. അപ്പൊ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റിഫോം ഈ ഒരു കാലഘട്ടത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് വന്നു. ആൻഡ് ഇത് അതിന് തൊട്ട് മുന്നേ ഉണ്ടായ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് വളരെ പ്രോമിനന്റ് ആയിട്ട് നിന്ന ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷനെയും ഏർബനൈസേഷനെയും ഇമിഗ്രേഷനെയും ഒക്കെ എന്താ പറയേണ്ടത്, അതിനകത്ത് ഉണ്ടാകുന്ന ചാലഞ്ചസിനെ ഇത് അഡ്രസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് പ്രോഗ്രസീവ് ഇറ. പ്രോഗ്രസീവ് ഇറ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്ന, ഏർബനൈസേഷൻ നടക്കുന്ന, ഇമിഗ്രേഷൻ ആൾക്കാർ ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോകുന്നത് വളരെ പ്രോമിനന്റ് ആയിട്ട് വന്നു. അപ്പൊ അങ്ങനെ വരുമ്പം തന്നെ സോഷ്യൽ ഇഷ്യൂസ് അവിടെ ഉണ്ടാകും അല്ലെ, അപ്പൊ ചാലഞ്ചസ് അവിടെ ഉണ്ടാകും. ഈ ചാലഞ്ചസ് അഡ്രസ് ചെയ്യുക എന്ന ഉദ്ദേശമായിരുന്നു. അപ്പൊ സോഷ്യൽ വർക്കേഴ്സ് പ്രധാനമായിട്ടും ഈ ലിബറൽ ഐഡിയാസിൽ അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അങ്ങനെയാണ് ലേബർ റൈറ്റ്സിന് അവർ അഡ്വക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഒരു കമ്മ്യൂണിറ്റിയുടെ, അതായത് അവിടെ വർക്കേഴ്സ്, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ റൈറ്റ്സ് എന്ന നിലയിൽ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലേബർ റൈറ്റ്സ് നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. ഈ സോഷ്യൽ വർക്കേഴ്സിന് ദേ ക്യാൻ ലോബി അറൌണ്ട് ടു ഗെറ്റ് റൈറ്റ്സ് ഫോർ പീപ്പിൾ എന്നുള്ളത്. ചൈൽഡ് വെൽഫെയർ ഇവിടെ പ്രധാനപ്പെട്ടതായിട്ട് വന്നു. പബ്ലിക് ഹെൽത്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു. ആൻഡ് എഡ്യൂക്കേഷനിലും ഒരുപാടധികം റിഫോംസ് വരേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായെന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഫിഗേഴ്സ് ലൈക്ക് ജെയിൻ ആഡംസ്, മേരി റിച്ച്മണ്ട്, ഇവരൊക്കെ ശരിക്കും എന്താ പറയേണ്ടത്, അവർ ലിബറൽ വാല്യൂസ് സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ ഇന്റഗ്രേറ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് മുൻകൈ എടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ദെൻ കംസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ സോഷ്യൽ സേഫ്റ്റി നെറ്റ്സ് എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്, എഗെയിൻ നമ്മൾ ആ ഒരു 1930s കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഏകദേശം ഒരു 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 മൂർധനാവസ്ഥയിലെത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഗ്രേറ്റ് ഡിപ്രഷനും അതിനുശേഷം ഉണ്ടായ എന്താ പറയേണ്ടത് ന്യൂ ഡീൽ പോളിസീസ് എന്നതിനെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ 1930s ഏകദേശം സംഭവിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഡിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു എക്കണോമിക് ഡിപ്രഷന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ ഈ പറയുന്നത്. ജോലിയില്ലാതെ വരുന്ന ഒരു സിറ്റുവേഷനും ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് തള്ളപ്പെടുന്ന ആ ഒരു സമയം അല്ലെ. അപ്പോൾ അങ്ങനെയാണ് ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ടാകണം. എക്കണോമിക് ഹാർഡ്ഷിപ്സ് ഫേസ് ചെയ്യുന്ന വ്യക്തികളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ടാവുക. അതാണ് ഈ ഒരു ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സേഫ്റ്റി നെറ്റ്സ് എന്ന് നമ്മൾ ഇവിടെ ഈ പറയുന്നത്. അപ്പൊ ഇവിടെയും സോഷ്യൽ വർക്കേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ അവർ വഹിച്ചു എന്നുള്ളതാണ്. ബിക്കോസ് ദേ സ്റ്റാർട്ടഡ് അഡ്വക്കേറ്റിംഗ് ഫോർ ഇംപ്ലിമെന്റിംഗ് പ്രോഗ്രാംസ് ലൈക്ക് സോഷ്യൽ സെക്യൂരിറ്റി. നമുക്കുണ്ട് അല്ലെ, തൊഴിലില്ലാത്തവർക്ക് ആ ഒരു വേതനം സർക്കാർ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രായം ചെന്നവർക്ക് ആ ഒരു സഹായം കൊടുക്കുന്നത്, അതൊക്കെ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ അൺഎംപ്ലോയ്മെന്റിനുള്ള ഇൻഷുറൻസ് അവിടെ വന്നു. പബ്ലിക്കിന് ഒരു അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വന്നു. എഗെയിൻ ഇതെല്ലാം ആ ഒരു
ലിബറൽ ഐഡിയാസിൽ ബേസ് ചെയ്ത് തന്നെയാണ് ഇത് മുമ്പോട്ട് പോയത്. കാരണം സോഷ്യൽ ജസ്റ്റിസ്, സമൂഹ നീതി ഉറപ്പാക്കുക ആൻഡ് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടുക. ഇനി മറ്റൊന്ന്, നമ്മൾ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലേ. അപ്പൊ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എസ്പെഷ്യലി വി ആർ ടോക്കിംഗ് അബൌട്ട് ദ വൺ ഓഫ് ദ 1950s ആൻഡ് 1960s. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എഗെയിൻ ആ ഒരു ലിബറലിസത്തിനെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കി അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിന് കുറെ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥാനം തന്നെ സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം വന്നു. അപ്പം അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുകയാണെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ഈ ഒരു സമയത്ത് വളരെ ആക്റ്റീവായിട്ട് ദേ സ്റ്റാർട്ടഡ് ഇൻവോൾവിങ് ഓർ അഡ്വക്കേറ്റിംഗ് ഫോർ സിവിൽ റൈറ്റ്സ് ലെജിസ്ലേഷൻ. സിവിൽ റൈറ്റ്സിന്റെ ഒരു നിയമം പാസ്സാക്കുന്നതിന് ഇവർ അഡ്വക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം റേഷ്യൽ ഇക്വാളിറ്റി കൊണ്ടുവരിക, ജെൻഡർ ഇക്വാളിറ്റി കൊണ്ടുവരിക. നമുക്ക് US പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഒരുപാട് നടക്കുന്നതാണ് അല്ലെ. അപ്പൊ ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ്സിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക, അവരെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാലഘട്ടം ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദ കമ്മിറ്റ്മെന്റ് ടു ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ഇക്വാളിറ്റി വിച്ച് ഇസ് അഗെയിൻ വെരി സെൻട്രൽ ടു ലിബറൽ ഐഡിയോളജി. ലിബറൽ ഐഡിയോളജിയുടെ തന്നെ കാതലായ ചിന്തകളാണ് ആ ഒരു ഇൻഡിവിജ്വൽ റൈറ്റ്സും ഇക്വാളിറ്റിയും എന്നുള്ളത്. അതിനെ ബേസ് ചെയ്ത് തന്നെ വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഇനി നമ്മൾ ഈ ഒരു ലിബറലിസത്തിന്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിബറലിസം ശരിക്കും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് എന്താ പറയേണ്ടത്, ഈ സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും ഇന്നത്തെ ഒരു നിലയിലേക്ക് വന്നെത്തിച്ചതിന് ഒരു വലിയ പങ്ക് വഹിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒന്ന്, നമ്മൾ ഈ എന്താ പറയേണ്ടത് സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ഓട്ടോണമി അവിടെ വരുന്നു എന്നുള്ളത്. സോ ദ ഫസ്റ്റ് പോയിന്റ് ഹിയർ, പ്രൊമോഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ഓട്ടോണമി. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ഓട്ടോണമി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നതിനെ ഓട്ടോണമി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ അത് ഇപ്പം ലിബറലിസത്തിൽ നിന്ന് തന്നെയാണ് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലെ. അതാണ് പ്രൊമോഷൻ ഓഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ആൻഡ് അടുത്തത് അഡ്വക്കേസി ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളതാണ്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എഗെയിൻ ലിബറൽ വാല്യൂ ഇക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ ഇനീക്വാളിറ്റി ഇല്ലാതെയാക്കുക. അപ്പൊ ഇനീക്വാളിറ്റിയും ഇൻജസ്റ്റിസസും സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു. ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എ ലോട്ട് ഓഫ് വെൽഫെയർ പോളിസീസ് എന്നുള്ളതാണ് ശരിക്കും അടുത്തത് എന്ന് പറയുന്നത്. അപ്പോൾ വെൽഫെയർ പോളിസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, നമുക്കിപ്പോൾ പറയാം ഹെൽത്ത് കെയറിലായിരുന്നാലും എഡ്യൂക്കേഷനിലായിരുന്നാലും ഹൗസിങ്ങിനായിരുന്നാലും ആ ഒരു ഇൻകം സപ്പോർട്ട്, അതായത് ഇൻകം ഇല്ലാതെ വരുന്ന സമയത്ത് ഇനി അതും അല്ലെങ്കിൽ ഒരു ഈക്വൽ ഇൻകം, ആ ഒരു സെയിം ലെവൽ ഓഫ് വർക്കിന് ഒരു ഈക്വൽ ഇൻകം കിട്ടേണ്ട ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയാം. ആൻഡ് ദെൻ കംസ് ദ കമ്മിറ്റ്മെന്റ് ടു ഡെമോക്രസി ആൻഡ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഇത് ശരിക്കും എന്താ പറയുന്നത്, ആ ഒരു ലിബറൽ സോഷ്യൽ വർക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് തന്നെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ആ ഒരു ക്ലയന്റിന്, അതായത് ഡെമോക്രസി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഇവിടെ സോഷ്യൽ വർക്ക് നടക്കുമ്പോഴത്തേക്ക് ഒരു സോഷ്യൽ വർക്ക് പ്രാക്ടീഷണറും വേണം, പിന്നെ അവിടെ ക്ലയന്റ് അല്ലെങ്കിൽ ക്ലയൻസ് അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലയന്റിനെ സോഷ്യൽ വർക്ക് പ്രാക്ടീസിന്, അതായത് ആ ഒരു പ്രാക്ടീഷണർ എടുക്കുന്ന തീരുമാനത്തില് ക്ലയന്റിന്റെ പൂർണ്ണമായ ഒരു ഇടപെടലിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടാകണം എന്നുള്ളത്. അതായത് ആ ക്ലയന്റിന്റെ അല്ലെങ്കിൽ ആ ക്ലയൻസിന്റെ ഒരു കമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്നുകിൽ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് ഇവിടെ ക്ലയൻസ് ആയിട്ട് വരിക. അപ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്, എങ്ങനെ ഈ സോഷ്യൽ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ. അപ്പൊ ഈ ഒരു അപ്രോച്ച് എടുക്കുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽസിനായിരുന്നാലും കമ്മ്യൂണിറ്റീസിനായിരുന്നാലും അവർക്ക് ഒരു എംപവർമെന്റ് ഉണ്ടാകുന്നു. കാരണം അവരുടെ വാക്കും കൂടി അവിടെ കേൾക്കുന്നു. കാരണം അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണിത്, ഈ സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി അവരെ കൂടെ ഉൾപ്പെടുത്തി അവരുടെ അഭിപ്രായവും കൂടെ കണക്കിലെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. ഇനി മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇസ് ഓൺ ദി ഫോക്കസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലിബറൽ ബിലീഫില് എന്താ പറയേണ്ടത്, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് വളരെയധികം ഇൻഹെറന്റ്. നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം ആ ഒരു ഇൻഡിവിജ്വലിസം, ആ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് എഗെയിൻ ഇതെല്ലാം
മനുഷ്യൻ എന്ന നിലയിൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട റൈറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ സോഷ്യൽ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ കമ്മിറ്റഡ് ടു അപ്ഹോൾഡിങ് ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ ദ റൈറ്റ്സ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ്. എല്ലാ വ്യക്തികളുടെയും, പ്രത്യേകിച്ചും ആ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള അടിച്ചമർത്തപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അവരുടെ റൈറ്റ്സ് മറ്റുള്ളവർക്ക് പോലെ ഈക്വൽ ആക്കി കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത്, റെഫ്യൂജീസിന് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുക, ആൻഡ് എൻഷുർ ദാറ്റ് ജസ്റ്റിസ് ഇസ് ആക്സസിബിൾ ടു എവ്രി വൺ. എല്ലാവർക്കും ഒരു എന്താ പറയണ്ടേ ഈക്വൽ ജസ്റ്റിസ് ലഭ്യമാക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ഇവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ഐഡിയോളജി നമുക്ക് നോക്കാനുള്ളത് ഇസ് സോഷ്യലിസം. സോഷ്യലിസം ഇൻ സോഷ്യൽ വർക്ക്. സോഷ്യലിസം മറ്റൊരു ഐഡിയോളജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം സോഷ്യലിസം തന്നെ ഒരു ഐഡിയോളജി എന്ന നിലയിൽ ഇറ്റ് എമേർജ്ഡ് ഇൻ ദ 19th century. ഒരു 19th centuryയിലായിരുന്നു. ആൻഡ് ദിസ് വാസ് ഇൻ റെസ്പോൺസ് ടു ദ ഇനിക്വാളിറ്റീസ് ആൻഡ് ഇൻജസ്റ്റിസസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായ സമയത്ത് ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള എക്കണോമീസ് ഒരുപാട് ഡെവലപ്പ് ആയിട്ട് വന്നു. അപ്പൊ അങ്ങനെ വരുമ്പം എഗെയിൻ എന്താ പറയേണ്ടത്, ആ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു എന്താ പറയണ്ടേ ഒരു 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 ഇക്വാളിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ അവിടെ വരും. അപ്പൊ ഇതിന് ഈ ഒരു സോഷ്യലിസം എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജിയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ നമുക്ക് വേണമെങ്കിൽ പറയാം. കാൾ മാർക്സിന്റെ പേര് നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല. ഈസ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് എന്ന് പറയാം. എംഗൽസ്, എഗെയിൻ കാൾ മാർക്സ് ഐഡിയോളജീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് പിന്നീട് there were lots of social reformers like Edward Bernstein and Rosa Luxemburg. ഇവരൊക്കെ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനെ ഇവര് ക്രിട്ടിസൈസ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഒരു ലേബർ എക്സ്പ്ലോയിറ്റേഷൻ ഇതിനകത്ത് നടക്കുന്നത്. ആൻഡ് ആ ഒരു വെൽത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ അണീവൻ ആണ് അല്ലെ. അപ്പൊ ശരിക്കും ആ എന്താ പറയേണ്ടത്, ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം ലേബർ കൊണ്ടാണ് ആ ഒരു റോ മെറ്റീരിയൽ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. പക്ഷെ ലേബറിന് ആവശ്യമായ കോമ്പൻസേഷൻ അല്ലെങ്കിൽ വേജസ് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഒരു അണീവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഇവിടെ ഉണ്ടാകുന്ന ഒരു പുതിയ ഒരു ക്ലാസ്, ഒരു സെഗ്മെന്റ് അവിടെ ക്രിയേറ്റ് ആകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ആ ഒരു ക്യാപിറ്റലിസ്റ്റ് സെഗ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഇവർ ശരിക്കും പ്രൊപ്പോസ് ചെയ്ത, അതായത് സോഷ്യലിസത്തിലൂടെ അവർ പ്രൊപ്പോസ് ചെയ്ത ഒരു ഓൾട്ടർനേറ്റ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് where the means of productions are collectively owned എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എപ്പോഴും ക്യാപിറ്റലിസ്റ്റ് തന്നെയാണ് കൊണ്ടുവരുന്നത്. അതായത് ഫാക്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് ബിൽഡിങ്ങും അതിനകത്ത് മെഷീനറിയും അതിന്റെ റോ മെറ്റീരിയൽസും ഒക്കെ. അപ്പൊ ഇത് കളക്റ്റീവായിട്ട് അവർ ഓൺ ചെയ്യുക. ആൻഡ് റിസോഴ്സസ് ശരിക്കും എന്താ പറയേണ്ടത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറെ കൂടെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, സോ ദറ്റ് ഓൾ ഇൻഡിവിജ്വൽ നീഡ്സ് ആർ മെറ്റ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ ഒരു സോഷ്യൽ വർക്കിലേക്ക് ഈ ഒരു ഐഡിയോളജി എങ്ങനെ വന്നു എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സോഷ്യൽ പ്രിൻസിപ്പിൾസ്, അതായത് ഈ ഒരു സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് സോഷ്യൽ വർക്കിൽ ശരിക്കും ആ ഒരു 19th and 20th centuries ഇത് ശരിക്കും ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടത്. ബിക്കോസ് സോഷ്യൽ വർക്കേഴ്സ് ദെൻ ട്രൈ ടു അഡ്രസ് ദ സിവിയർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് ഓഫ് ദിയർ ടൈം. ആ സമയത്ത് നിലനിന്ന വളരെ സിവിയർ ആയിട്ടുള്ള എക്കണോമിക്കും സോഷ്യൽ ഇൻഇക്വാളിറ്റീസും അഡ്രസ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ വന്ന കുറച്ച് ഡെവലപ്മെന്റിന്റെ കാര്യമാണ് ഒന്ന് നമുക്ക് പറയാം ദ സെറ്റിൽമെന്റ് മൂവ്മെന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ പറയേണ്ടത്, നമ്മൾ ഈ ഒരു പീരിയഡിലുള്ള കീ ഡെവലപ്മെന്റ്സ് നോക്കി. അപ്പൊ സെറ്റിൽമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു ലേറ്റ് 19th century സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് സോഷ്യൽ പ്രിൻസിപ്പിൾസ് ഇൻ സോഷ്യൽ വർക്ക് എന്നുള്ളതാണ്. അപ്പോൾ സെറ്റിൽമെന്റ് ഹൗസസ്, ഓക്കെ, അപ്പൊ സെറ്റിൽമെന്റ് ഹൗസസ് നമ്മുടെ അമേരിക്കയിൽ തന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ ജെയിൻ ആഡംസ് ഹൾ ഹൗസ്, അത് ആ ഒരു സെറ്റിൽമെന്റിന്റെ പേരാണ്. ജെയിൻ ആഡംസ് ഹൾ ഹൗസ് ഇൻ ഷിക്കാഗോ. അപ്പൊ അവരുടെ ആ ഒരു എയിം എന്ന് പറയുന്നത്, അതായത് ഈ ഹൗസിംഗ് സെറ്റിൽമെന്റില് അവ പരമാവധി അവിടെ അവരുടെ ലിവിങ് കണ്ടീഷൻസ്, അപ്പൊ ഈ ഏർബൻ പുവർ റൂറൽ ആൾക്കാരല്ല, വില്ലേജേഴ്സിന്റെ കാര്യമല്ല പറയുന്നത്. ഇൻഡസ്ട്രീസ് നടക്കുമ്പോഴത്തേക്ക് ആ ഒരു സെഗ്മെന്റ് ഏർബൻ ഏരിയ ആയിട്ട് മാറി. അപ്പൊ ഈ വില്ലേജേഴ്സിലെ പാവപ്പെട്ടവരാണ് ഈ ഒരു ഏർബൻ സ്ഥലത്തേക്ക് വരുന്നത്.
അവിടെ വരുമ്പോഴത്തേക്ക് അവിടെയും അവർ പൂർ തന്നെയാണ്, ഫാക്ടറിയിൽ ജോലിക്കാരായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ഏർബൺ പൂർ ആയിട്ടുള്ള ഈ ഒരു 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 കൂട്ടം ജനത്തെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സർവീസസിലൂടെ ഒരുപാടധികം സോഷ്യൽ റിഫോംസ് അവിടെ പ്രൊപ്പോസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എഫേർട്സ് അവരെടുത്തത്? ദീസ് were all grounded in the belief in collective responsibility and social justice. അപ്പൊ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, അവര് ആ ഒരു പാവപ്പെട്ട നിലയിൽ അവർ കഴിയുന്ന, അല്ലെങ്കിൽ അവരുടെ ഹൗസിംഗ് കണ്ടീഷൻസ് വളരെ പൂറാണ്, മോശപ്പെട്ട ഹൗസിംഗ് കണ്ടീഷൻസ്. അപ്പൊ അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് എല്ലാവരുടെയും കളക്റ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഇൻക്ലൂഡിങ് ദ ക്യാപിറ്റലിസ്റ്റ്. അതാണ് സോഷ്യലിസത്തിന്റെ ഇതിലേക്കുള്ള കടന്നുവരവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ അടുത്ത ഒന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേബർ റൈറ്റ്സ് ആൻഡ് യൂണിയനൈസേഷൻ, യൂണിയൻസിന്റെ ഫോർമേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ സോഷ്യൽ വർക്കേഴ്സ് ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ലേബർ മൂവ്മെന്റ്സിനെ ഒത്തിരി അധികം സപ്പോർട്ട് ചെയ്തിരുന്നു. ആൻഡ് ഈ യൂണിയൻസ് ഉണ്ടാകുന്നത്, അപ്പൊ യൂണിയൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ തുടക്കത്തിൽ ഉണ്ടായത് എന്തിനാണ്? ഫെയർ വേജസ് ഉറപ്പുവരുത്തുക, സേഫ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ആ വർക്കേഴ്സിന് കൊടുക്കുക, ആൻഡ് എന്താ പറയേണ്ടത്, വർക്കേഴ്സിന് കിട്ടേണ്ടിയ ആനുകൂല്യങ്ങൾ എല്ലാം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യുക, സോഷ്യൽ വർക്കേഴ്സ് ഈ ഒരു ആശയത്തെ സപ്പോർട്ട് ചെയ്യുക എഗെയിൻ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മളെ സൂചിപ്പിക്കുന്ന എന്താണ്? ആ ഒരു സോഷ്യലിസ്റ്റ് കമ്മിറ്റ്മെന്റ് ആണ്. എല്ലാവരും കൂടെ ചേർന്നുള്ള ആ ഒരു എഫേർട്ട് എടുക്കുന്നത് ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട്. അതാണ് ആ ഒരു സോഷ്യലിസ്റ്റ് കമ്മിറ്റ്മെന്റ് ടു അഡ്രസ്സിങ് എക്കണോമിക് ഡിസ്പാരിറ്റീസ്. അപ്പൊ കുറെ കൂടെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. അപ്പൊ ഇവിടെ റിസോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് പൈസയുടെ കാര്യം തന്നെയാണ് ശരിക്കും അവിടെ പറയുന്നത്. ആൻഡ് ദെൻ കംസ് ദി വെൽഫെയർ സ്റ്റേറ്റ് ഡെവലപ്മെന്റ്. അപ്പൊ ഇതെന്താ ശരിക്കും ഇവിടെ ഈ പറയുന്നത്? അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ്സിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടായി പല രാജ്യങ്ങളിലും ഏകദേശം ആ ഒരു 20th സെഞ്ചുറിയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ദിസ് ക്യാൻ ആക്ച്വലി ബി സീൻ ആസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് സോഷ്യലിസ്റ്റ് ഐഡിയൽസ് ഇൻ സോഷ്യൽ പോളിസി. ഓക്കെ, അപ്പോൾ ആ ഒരു സോഷ്യൽ പോളിസിയിൽ എഗെയിൻ ആ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയാസിന്റെ ഒരു കടന്നുവരവും അതിന്റെ ഇൻഫ്ലുവൻസും കൊണ്ടാണ് ഈ വെൽഫെയർ സ്റ്റേറ്റ്സ് തിട്ടപ്പെടുത്തി വന്നത് എന്നുള്ളത്. അപ്പോൾ ഈ വെൽഫെയർ സ്റ്റേറ്റ്സ് ഉണ്ടാകുന്നതിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിലും സോഷ്യൽ വർക്കേഴ്സ് ഒരുപാട് അധികം പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിലൂടെ അവർ അവൈലബിൾ ആക്കിയിട്ടുള്ള വെൽഫെയർ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഒന്ന് ഹൗസിംഗ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇൻകം സപ്പോർട്ട് എന്നുള്ളതാണ്. അപ്പൊ എല്ലാ എന്താ പറയേണ്ടത് സിറ്റിസൻസിനും അത് ഒരേപോലെ ഉറപ്പാക്കുക എന്നുള്ളത്. ഇനി ഈ ഒരു സോഷ്യലിസത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ ഈ ഒരു എന്താ പറയേണ്ടത് സോഷ്യൽ വർക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് നോക്കാവുന്നത് ഇവിടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെ? അപ്പൊ എന്താ പറയേണ്ടത്, ഒരു സോഷ്യലിസ്റ്റ് ഓറിയന്റേഷൻ ഉള്ള സോഷ്യൽ വർക്കേഴ്സ് എപ്പോഴും അവർ എംഫസൈസ് ചെയ്യുന്നത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം ആ ഒരു സോഷ്യൽ ഇഷ്യൂസ് നമുക്ക് അഡ്രസ് ചെയ്ത് ഇല്ലാതാക്കുന്നത്. കാരണം അവർ പറയുന്നതെന്ന് പറഞ്ഞാല് ആ ഒരു സൊസൈറ്റി തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സൊസൈറ്റിയിലെ മുകളിൽ തട്ടിലുള്ള ആൾക്കാരും താഴെ തട്ടിലുള്ള ആൾക്കാരും ഇടനിലക്കാരും എല്ലാവരും ഒരേപോലെ റെസ്പോൺസിബിൾ ആണ് ഒരു ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനാണ്. മറ്റൊന്ന് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളത്. അപ്പൊ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സ് എഗെയിൻ അവര് ഈ എന്താ പറയേണ്ടത് ദേ സ്റ്റാർട്ടഡ് ലോബിയിങ് ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. എന്തിനാണ്? അതായത് ആ ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെയാണ് അവര് എന്താ പറയണ്ടേ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ടാക്സേഷൻ അവർ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. എസെൻഷ്യൽ സർവീസസ് ശരിക്കും ഒരു പബ്ലിക് ഓണർഷിപ്പിൽ കൊണ്ടുവരണം എന്നുള്ളത്, ആൻഡ് വളരെ റോബസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ സേഫ്റ്റി നെറ്റ്സ് അവിടെ ഉണ്ടാക്കുക. അതായത് ആ ഒരു എക്കണോമിക് ഡിസ്പാരിറ്റി ഇല്ലാതാക്കുന്നതിനും എല്ലാവരുടെയും ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിനും. And then comes the promotion of social welfare itself. അപ്പൊ ഇവിടെ എഗെയിൻ സോഷ്യലിസത്തിന്റെ ഒരു കോർ ഐഡിയ എന്ന് പറയുന്നത് ഈ സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ സോഷ്യൽ വെൽഫെയർ എന്ന് പറയുമ്പോൾ ആ സൊസൈറ്റിയിലുള്ള എല്ലാ ആൾക്കാരുടെയും നന്മ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ സോഷ്യൽ വർക്കേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ദേ വർക്ക് ടു ക്രിയേറ്റ് ആൻഡ് സസ്റ്റെയിൻസ് പ്രോഗ്രാംസ് ടു പ്രൊവൈഡ് ഹൗസിംഗ്, ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. എഗെയിൻ സോഷ്യൽ വെൽഫെയർ എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ, അല്ലെ?
ഒന്ന് ഹൗസിംഗ് ഉണ്ടാകണം, ഹെൽത്ത് കെയർ ഉണ്ടാകണം, എഡ്യൂക്കേഷൻ ഉണ്ടാകണം എന്നുള്ളത്. ആൻഡ് അവിടെ നിന്നാണ് ആ ഒരു സിസ്റ്റമിക് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വക്കേസി അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ എന്താ പറയണ്ടേ, ഈ ഒരു സോഷ്യൽ പ്രോബ്ലംസിന്റെ ഒരു പ്രധാന റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയേണ്ടത് പവർ സ്ട്രക്ചേഴ്സ് ആണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. സൊസൈറ്റിയിൽ എന്താ പറയണ്ടേ ഒരു ഭൂരിഭാഗം സൊസൈറ്റിയെ അല്ലെങ്കിൽ 100% വരുന്ന ആ ഒരു സമൂഹത്തിനെ അതിന്റെ 4-5% വരുന്ന പവർ സ്ട്രക്ചേഴ്സ് ആയിരിക്കും, അല്ലെ പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും ആ ഒരു സൊസൈറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ അവിടെ ചേഞ്ച് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ സോഷ്യൽ വർക്കേഴ്സ് പറയുന്നത്. ആ ഒരു സിസ്റ്റത്തിൽ ചേഞ്ച് ഉണ്ടായി ഈ ഒരു പവർ ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കരുത്. അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കിവിടെ കൊണ്ടുവരാനായിട്ട് കഴിയുക. ആൻഡ് മറ്റൊന്ന് പബ്ലിക് ഓണർഷിപ്പിൽ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് സോഷ്യലിസം. ഇപ്പൊ സോഷ്യലിസ്റ്റ് ഐഡിയോളജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ഓണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അതായത് കീ ആയിട്ടുള്ള ചില ഇൻഡസ്ട്രീസ് അപ്പൊ അത് ആ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് പ്രൈവറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിപ്പോകും. അപ്പോൾ ആ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് കൂടെ കണക്കിലെടുത്തുകൊണ്ട് ചില ഇൻഡസ്ട്രീസ് എങ്കിലും, ചില കീ ഇൻഡസ്ട്രീസ് ആ ഒരു പബ്ലിക്കിലേക്ക് വരിക എന്നുള്ള, ഒരു പബ്ലിക് ഓണർഷിപ്പിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ സ്പെസിഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഹൗസിംഗ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പ്രൈവറ്റ് എൻറ്റിറ്റീസിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് അത് പബ്ലിക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് അത് നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഈ ഒരു ഐഡിയ ഇവിടെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഈസ് ദി ഫെമിനിസം ഇൻ സോഷ്യൽ വർക്ക്. അപ്പൊ ഫെമിനിസം ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഐഡിയോളജി ആയി ഒറിജിനേറ്റ് ചെയ്തത് ആ ഒരു ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ചുറീസിൽ എന്നുള്ള ആ ഒരു ടൈം. അപ്പൊ ഫെമിനിസം നമുക്കറിയാം, ഇത് എന്താ പറയേണ്ടത്, ഇത് ഉടലെടുത്തത് തന്നെ ഇസ് ഫ്രം ദ സ്ട്രഗിൾസ് ഓഫ് വിമൻ ഹു വർ സീക്കിംഗ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഈ ഫെമിനിസത്തിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ദ സഫ്രേജ് മൂവ്മെന്റ് എന്നുള്ളത്. ഈ സഫറേജ് മൂവ്മെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂവ്മെന്റ് ആണ് ആ ഒരു വിമൻസ് റൈറ്റ്സിന് വേണ്ടിയിട്ട് അവര് പ്രവർത്തിച്ചത്. അപ്പം ആദ്യമായിട്ട് അവര് നേടിയെടുക്കാൻ ശ്രമിച്ചത് വോട്ട് ചെയ്യാനുള്ള അധികാരം സ്ത്രീകൾക്ക് എന്നുള്ളതാണ്. ഇന്ത്യയിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇന്ത്യയിൽ ആ ഒരു ഡെമോക്രസി വന്ന അന്ന് മുതൽ സ്ത്രീക്കും പുരുഷനും ഒരേപോലെ വോട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു രാജ്യത്ത്, അല്ല ഈ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും. ആൻഡ് ദ ബ്രോഡർ വിമൻസ് റൈറ്റ്സ് മൂവ്മെന്റ് ദാറ്റ് സോട്ട്, അപ്പൊ കുറച്ചും കൂടെ ഒന്ന് ഈ ഒരു സഫറേജ് മൂവ്മെന്റിൽ പ്രധാനമായിട്ട് നേടിയെടുത്തത് എന്താണ്, സ്ത്രീകൾക്കുള്ള വോട്ടിംഗ് റൈറ്റ്സ്. അത് അവര് സമരത്തിലൂടെ നേടിയെടുത്തതാണ് സ്ത്രീകൾക്കുള്ള വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ബ്രോഡർ വിമൻസ് റൈറ്റ്സ് മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ലീഗൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇക്വാലിറ്റി കിട്ടുക എന്നുള്ളത്. There was a time when women did not have equal legal, social and economic status. ആ ഒരു ലീഗൽ സ്റ്റേറ്റസ് പോലും അവർക്ക് ഈക്വൽ ആയിട്ട് ഇല്ലായിരുന്ന രാജ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. സ്പെസിഫിക്കലി നമ്മൾ US-ന്റെയും UK-യുടെയും നമ്മുടെ ഇന്നത്തെ UK എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ അപ്പൊ ഇവിടെയാണ് പ്രധാനപ്പെട്ട ഫിഗേഴ്സ് ലൈക്ക് മേരി വുളൻസ്റ്റോൺ ക്രാഫ്റ്റ്, അവര് എന്താ പറയേണ്ടത് ഒരു 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 ഫെമിനിസ്റ്റ് ആണ്. സോജോണർ ട്രൂത്ത്, പിന്നെ ദ ലേറ്റ് സൈമൺ ഡി ബ്യൂവർ, ഓക്കെ, ആൻഡ് ബെറ്റി ഫ്രീഡൻ, ഇവരൊക്കെയാണ് ശരിക്കും ആ ഒരു ഫെമിനിസത്തിന്റെ ഒരു ഗ്രൗണ്ട് വർക്ക് ലേ ചെയ്തത് എന്നുള്ളത് പറയാം. അപ്പൊ ഇത് എങ്ങനെയാണ് ആ ഒരു സോഷ്യൽ വർക്ക് ഐഡിയോളജിയിലേക്ക് ഇവോൾവ് ചെയ്ത് വന്നത്? ഇപ്പൊ ഫെമിനിസം അത് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇറ്റ് ബിഗാൻ, ഈ ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്താ പറയേണ്ടത് കുറച്ചും കൂടെ ഒരു ഇമ്പാക്ട് ചെലുത്തുന്നുണ്ട് ഈ ജെൻഡർ ഇനീക്വാളിറ്റിയിലേക്കും എന്താ പറയേണ്ടത് വ്യക്തികളിലും കമ്മ്യൂണിറ്റീസിലും ഒക്കെ ഒരു ഇമ്പാക്ട് വരുത്തുന്നുണ്ടോ എന്ന് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫെമിനിസം തന്നെ ശരിക്കും സോഷ്യൽ വർക്കിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തു വന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. So we can say our feminism integration into social work began as the profession recognized the pervasive impact of gender inequalities.
അപ്പൊ ഈ സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷൻ അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ശരിക്കും ജെൻഡർ ഇനിക്വാലിറ്റി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ എന്താ പറയേണ്ടത്, അത് വ്യക്തികളിലും കമ്മ്യൂണിറ്റീസിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാണ് ഈ പ്രിൻസിപ്പിൾസും കൂടെ ഇംബൈബ് ചെയ്ത് കൊണ്ടുവന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിന്റെ ഒരു എവല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് പോയിന്റ് ഹിയർ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ സെക്കൻഡ് വേവ് ഫെമിനിസം. അപ്പൊ ഈ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം അഗൈൻ 1960 മുതൽ ഒരു 1970s ശരിക്കും സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇവിടെ ആ ഒരു സോഷ്യൽ വർക്കിനെ ഈ ഒരു കാലഘട്ടത്തിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പൊ ഈ ഒരു വേവിന്റെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് വേർ ഓൺ ഇഷ്യൂസ് ലൈക്ക് റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, വർക്ക് പ്ലേസ് ഡിസ്ക്രിമിനേഷൻ, ഡൊമസ്റ്റിക് വയലൻസ്. ഇത് മൂന്നും കൂടെ കണക്കിലെടുത്താണ് ശരിക്കും ആ ഒരു സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം ഉണ്ടാകുന്നത്. അപ്പൊ സോഷ്യൽ വർക്കേഴ്സ് ഇവിടെ ആ ഒരു ഫെമിനിസ്റ്റ് പ്രിൻസിപ്പിൾസ് എടുത്തിട്ട് തന്നെയാണ് ഈ ഇഷ്യൂസിനെ, സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഈ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് എന്നുള്ളത്. സോ ദിസ് ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സർവീസസ് ആൻഡ് പ്രോഗ്രാംസ് വിച്ച് വെർ സ്പെസിഫിക്കലി മെന്റ് ടു സപ്പോർട്ട് വിമൻ. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ജെൻഡർ ബേസ്ഡ് ഓപ്പറേഷനെ ചാലഞ്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ദെൻ വി ഹാവ് ദി ഇന്റർസെക്ഷനാലിറ്റി. അപ്പോൾ ഇതെന്താണ് ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്? ദിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കിംബർലെ ഗ്രൻഷോ ആ ഒരു ലേറ്റ് 1980s. ഈ ഒരു കോൺസെപ്റ്റ് അവിടെ വന്നതോടുകൂടി ഇറ്റ് ഫർദർ എൻറിച്ച്ഡ് ഫെമിനിസ്റ്റ് സോഷ്യൽ വർക്ക് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് എക്സാമിൻസ് ഹൗ വേരിയസ് സോഷ്യൽ ഐഡന്റിറ്റീസ് ഇന്റർസെക്ട് ടു ക്രിയേറ്റ് യുണീക്ക് എക്സ്പീരിയൻസസ് ഓഫ് ഒപ്രഷൻ ആൻഡ് പ്രിവിലേജ്. അതായത് ഇന്റർസെക്ഷനാലിറ്റി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് എന്താ പറയേണ്ടത്, പല സോഷ്യൽ ഐഡന്റിറ്റീസ് എന്ന് പറയുമ്പം അത് സോഷ്യൽ, അത് റേസ് ആകാം, ക്ലാസ് ആകാം, സെക്ഷുവാലിറ്റി ആകാം. അപ്പൊ ഈ സോഷ്യൽ ഐഡന്റിറ്റീസ് എങ്ങനെയാണ് ഇത് ഓരോന്നും തങ്ങളിൽ ഇന്റർസെക്ട് ചെയ്തിട്ട് ആ യുണീക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് അവിടെ ഉണ്ടാക്കാനായിട്ട് വന്നത് അല്ലെങ്കിൽ തുടങ്ങിയത്. അപ്പൊ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ഒന്നുകിൽ ഒരു പ്രിവിലേജ് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആകാം, അല്ലെങ്കിൽ ഒരു ഒപ്രസ്ഡ് ആകുന്ന അപ്പൊ ഒരു സുപ്പീരിയർ റേസ്, ഒരു സുപ്പീരിയർ ക്ലാസ്സിലുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി എന്ന് കണക്കാക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു പ്രിവിലേജ് അവിടെ ഉണ്ടാകുന്നു അല്ലേ. ഓൺ ദി അതർ ഹാൻഡ് ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു റേസിലോ അല്ലെങ്കിൽ ഇൻഫീരിയർ എന്ന് കരുതപ്പെടുന്ന ആ ഒരു ക്ലാസ്സിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കംപ്ലീറ്റ് ഒപ്രഷൻ, അടിച്ചമർത്തലാണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരിക അല്ലെ. അപ്പോൾ ഫെമിനിസ്റ്റ് സോഷ്യൽ വർക്കേഴ്സ് അവർ ശരിക്കും ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ എന്താ പറയണ്ട, ഈ ഒരു ഫ്രെയിം വർക്ക് കണക്കിൽ എടുത്തുകൊണ്ടാണ് അവർ കുറെ കൂടെ ബെറ്റർ ആയിട്ട് ഇതിനകത്തുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള റിയാലിറ്റീസ്, ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അവര് നേരിട്ടിരുന്ന ഈ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും ശ്രമിച്ചു. ആൻഡ് അടുത്തത് വി ഹാവ് ദി എംപവർമെന്റ് അപ്രോച്ച് എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു എംപവർമെന്റ് അപ്രോച്ച് എന്ന് പറയുന്നത്? ഫെമിനിസ്റ്റ് സോഷ്യൽ വർക്കേഴ്സ് എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു എംഫസിസ് കൊടുത്തത് ഓൺ ദി എംപവർമെന്റ് ഓഫ് വിമൻ ആൻഡ് അതർ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. അപ്പൊ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ്സിനും സ്ത്രീകളുടെയും ഒരു എംപവർമെന്റ്, അവരെ മുൻനിരയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു അപ്രോച്ച് അവരെടുത്തത് ശരിക്കും വ്യക്തികളെ എന്താ പറയേണ്ടത്, ആ ഒരു താക്കോൽ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ കുറെ കൂടെ ഒരു കൺട്രോൾ അവർക്ക് അവരുടെ സ്വന്തം ജീവിതത്തിൽ അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്, അവരുടെ ജീവിതത്തിന്റെ കൺട്രോൾ തന്നെ അവർക്ക് എടുക്കുക, ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് അവർക്ക് എടുക്കാൻ കഴിയുക, ആൻഡ് ആ ഒരു സൊസൈറ്റിയിൽ ഫുള്ളും കംപ്ലീറ്റും ആയിട്ട് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുക എന്നൊക്കെയുള്ളതാണ്. ഓക്കെ, ഇനി ഈ ഒരു എന്താ പറയേണ്ടത്, ഫെമിനിസത്തിന്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വിമൻസ് റൈറ്റ്സ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഇപ്പൊ ഫെമിനിസം അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് സോഷ്യൽ വർക്ക് ശരിക്കും ആ ഒരു ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരിക അല്ലെങ്കിൽ ജെൻഡർ ഇനിക്വാലിറ്റി ഇല്ലാതാക്കുക എന്നുള്ളത്. മറ്റൊന്ന് നമ്മൾ ഈ ഇന്റർസെക്ഷണൽ അനാലിസിസ് എന്തിനാണ്? ശരിക്കും ആ ഒരു ഒപ്രഷൻ നടക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഒപ്രഷൻ ഉണ്ടെന്നും ആ ഓരോ ഒപ്രഷന്റെയും കോംപ്ലക്സിറ്റീസ് എന്താണ് എന്ന് മനസ്സിലാക്കുക. നോക്ക്, അപ്പം നേരത്തെ പറഞ്ഞതുപോലെ പല റേസസ് ഉണ്ട് ഒരു സൊസൈറ്റിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ. പല മെയിലും ഉണ്ട്, ഫീമെയിലും ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവര് നേരിടുന്ന പ്രശ്നങ്ങൾ,
അപ്പോൾ ഒരു വ്യക്തി അടിച്ചമർത്തപ്പെടുമ്പം മറ്റൊരു വ്യക്തിയാണല്ലോ അടിച്ചമർത്തുന്നത്. അപ്പൊ ആ ഒരു വ്യക്തി എന്തുകൊണ്ട് സുപ്പീരിയർ ആകുന്നു, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി എന്തുകൊണ്ട് ഇൻഫീരിയർ ആകുന്നു എന്നുള്ള പ്രശ്നം പഠിക്കാനായിട്ട് കഴിഞ്ഞു ഈ ഒരു എന്താ പറയേണ്ടത് ഇന്റർസെക്ഷണൽ അനാലിസിസിലൂടെ. ദെൻ കംസ് ദ ഫോക്കസ് ഓൺ എംപവർമെന്റ്. അപ്പോൾ എന്താ പറയേണ്ടത്, ഒരു ഓട്ടോണമി കൊണ്ടുവരിക, ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ആ വ്യക്തികൾ, ഇവിടെ ഇപ്പം സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ സ്ത്രീകളെ കുറെ കൂടെ ഓട്ടോണമസ് ആക്കുക, കുറെ കൂടെ അവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളിലെങ്കിലും തീരുമാനം എടുക്കാനായിട്ട് പ്രാപ്തരാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ കംസ് ദി അഡ്വക്കേസി ആൻഡ് ആക്ടിവിസം. അപ്പൊ ഇവിടെ എന്താണ് ഈ ഒരു ഫെമിനിസ്റ്റ് സോഷ്യൽ വർക്കേഴ്സ് പലപ്പോഴും ദേ എൻഗേജ്ഡ് ഇൻ അഡ്വക്കേസി ആൻഡ് ആക്ടിവിസം ടു ബ്രിങ് അബൌട്ട് എ സോഷ്യൽ ചേഞ്ച്. അപ്പൊ ആക്ടിവിസം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, പബ്ലിക് പോളിസീസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അതിനൊരു മാറ്റം വരുത്തുക, ഒപ്രസീവ് ആയിട്ടുള്ള സിസ്റ്റംസിനെ ചലഞ്ച് ചെയ്യുക, സോഷ്യൽ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ഫെമിനിസം. And അടുത്തത് what we have to see is about the radicalism in social work എന്നുള്ളതാണ്. So what we will do is നമുക്കിത് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം ഈ ഒരു വീഡിയോ. റാഡിക്കലിസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയോളജിയിൽ വളരെ ഡീപ്പായിട്ടുള്ള റൂട്ട്സ് അതിന് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിൽ അതിനുണ്ട്. ആൻഡ് ഇതിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത് തന്നെ to address fundamental injustices and inequalities in society എന്നുള്ളതാണ്. ഈ റാഡിക്കൽ എന്ന് പറയുന്ന ഈ ഒരു ടേമിന്റെ ഒറിജിൻ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് റാഡിക്സ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇതുണ്ടായേക്കുന്നത്. റാഡിക്സിന്റെ മീനിങ് തന്നെ നോക്കിയാൽ റൂട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, ശരിക്കും അതിന്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു സോഷ്യൽ പ്രോബ്ലത്തെ അതിന്റെ റൂട്ടിൽ നിന്ന് ഫിക്സ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണ് ആ ഒരു സോഷ്യൽ വർക്ക് ഐഡിയോളജിയിലേക്ക് ഒരു ഇവോൾവ് ചെയ്തതെന്ന് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ, ബിക്കോസ് ദേ വെർ ഏബിൾ ടു റെക്കഗ്നൈസ് ദ നീഡ് ഫോർ എ സിസ്റ്റമിക് ചേഞ്ച്. ആ സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം, എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് നമുക്ക് ഇല്ലാതെയാക്കണം. ഇപ്പൊ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മളൊരു സൊസൈറ്റി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിൽ പല തട്ടിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരു സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? ഈ ഒരു റാഡിക്കൽ ഐഡിയോളജി സോഷ്യൽ വർക്കിലേക്ക് വന്നതുകൊണ്ട് ഒരുപാടധികം കീ ഡെവലപ്മെന്റ്സ് ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഒന്ന് ഏർലി ലേബർ മൂവ്മെന്റ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് ശരിക്കും ആ ഒരു വർക്കേഴ്സിന്റെ റൈറ്റ്സ് ആണ് ശരിക്കും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ആ വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഏകദേശം ആ ഒരു 19th and 20th സെഞ്ചുറീസിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊന്ന് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സ് ആണ്. സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മിഡ് 20th സെഞ്ചുറി ഒക്കെ ആകുന്നത്. അപ്പൊ ശരിക്കും എന്താ പറയേണ്ടത്, റേഷ്യൽ ഇനിക്വാളിറ്റി നിലനിൽക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് LGBTQ+ അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് ആ ഒരു റാഡിക്കൽ പേഴ്സ്പെക്റ്റീവ് കുറെ കൂടെ ഇവിടെ സ്ട്രോങ് ആയിട്ട് വന്നു സോഷ്യൽ വർക്കിന് ഉള്ള. അപ്പൊ സോഷ്യൽ വർക്കേഴ്സ് ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആയിരുന്നു ഈ ഓരോ മൂവ്മെന്റ്സിൽ, സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്സിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ദെൻ കംസ് ദ ക്രിട്ടിക്കൽ സോഷ്യൽ വർക്ക് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. ആ ഒരു 20th സെഞ്ചുറിയുടെ രണ്ടാമത്തെ പകുതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രിട്ടിക്കൽ സോഷ്യൽ വർക്ക് തിയറി എന്താ പറയേണ്ടത്, ശരിക്കും കൂടെ അത് ആ ഒരു റാഡിക്കലിസം കുറച്ചും കൂടെ ആ ഒരു തിയറിയിൽ, അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ വർക്കിന്റെ ഉള്ളിലെ തിയറി എന്ന നിലയിൽ റാഡിക്കലിസം കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ക്രിട്ടിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് വാസ് ഓൺ ദ റോൾ ഓഫ് പവർ, പ്രിവിലേജ് ആൻഡ് ഇനിക്വാളിറ്റി. അപ്പൊ എങ്ങനെയാണ് ആ ഒരു പവറും പ്രിവിലേജും ഇനിക്വാളിറ്റിയും കൂടെ ചേർന്ന് ആ ഒരു സോഷ്യൽ ഇഷ്യൂസ് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. And then they came up with practices ആ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ ഇവിടെ എംപവർ ചെയ്തുകൊണ്ട് വരിക. പവർ ഇല്ലാത്ത ഗ്രൂപ്പ് ആണല്ലോ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രൂപ്പ്സിനെ പവർഫുൾ ആക്കിയിട്ട് കൊണ്ടുവരിക ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ആ കീ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് വാസ് ദി എംഫസിസ് ഓൺ സോഷ്യൽ ജസ്റ്റിസ്.
അപ്പൊ റാഡിക്കൽ സോഷ്യൽ വർക്ക് ശരിക്കും സോഷ്യൽ ജസ്റ്റിസിനെ തന്നെയാണ്, ആ ഒരു സാമൂഹിക നീതി എന്ന് നമ്മൾ പറയുന്നത്, അതിനകത്ത് പ്രധാന ഫോക്കസ് കൊടുത്തിരുന്നു എന്നുള്ളത്. ആൻഡ് ദേ ഓൾസോ ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത്. എഗെയിൻ കളക്റ്റീവ് ആക്ഷൻ ആൻഡ് അഡ്വക്കേസി. ഇപ്പം അഡ്വക്കേസി എന്താണെന്നുള്ളത് നമുക്കിപ്പം മനസ്സിലായി. ആൻഡ് കളക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സൊസൈറ്റിയിൽ എല്ലാവരും അതിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. ആൻഡ് ദെൻ ഇറ്റ് ടേൺസ് ടു എ ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ച്. അപ്പൊ ഇവിടെ എന്താണ് ആ ഒരു റൂട്ട് കോസ്, ആ ഒരു സോഷ്യൽ ഇഷ്യൂ, എന്തുകൊണ്ട് ആ ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടായി എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു റൂട്ട് തന്നെ അവിടെ ഇല്ലാതാക്കി കളയുക. അപ്പോൾ ആ ഒരു റൂട്ട് കോസ് അനാലിസിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് നടത്തിയിട്ട് ആ പ്രശ്നം എന്തുകൊണ്ടുണ്ടാകുന്നു ആ ഒരു കാരണത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ളത്. ആൻഡ് ദെൻ കംസ് ദി എംപവർമെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. അപ്പൊ ഇവിടെ ആ ഒരു ക്ലയന്റിന്, ഇപ്പൊ സോഷ്യൽ വർക്കിൽ ക്ലയന്റ് ആരാന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ ക്ലയന്റിന് ചിലപ്പോൾ കമ്മ്യൂണിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും ക്ലയന്റ് എന്ന് പറയുന്നത്. അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി വി ഹാവ് ദി ഗാന്ധിയൻ ഐഡിയോളജി ഇൻ സോഷ്യൽ വർക്ക്. അപ്പം ഗാന്ധിയൻ ഐഡിയോളജി എന്ന് പറയുന്നത് ഇസ് റൂട്ടഡ് ഇൻ ദ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് മഹാത്മാഗാന്ധി ഹിംസെൽഫ്. അപ്പോ അദ്ദേഹത്തിന്റെ വർക്കും അദ്ദേഹത്തിന്റെ ഫിലോസഫിയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തോട്ടിനെ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആ ഒരു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തോട്ടിനെ ഇത് ഒരുപാടധികം സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അതെങ്ങനെയാണ് ആ ഒരു ഇൻഫ്ലുവൻസ്, ആ ഒരു സോഷ്യൽ പോളിസി ഇൻ ഇന്ത്യയിൽ വരുത്തിയ ഇൻഫ്ലുവൻസ് എങ്ങനെ നോക്കിയാൽ, ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടീസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഹൗ ഡസ് ദിസ് വർക്ക്? ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി ഇൻഫ്ലുവൻസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് കമ്മിറ്റ്മെന്റ് ടു ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. എഗെയിൻ ഈ ഒരു ഐഡിയോളജിയിൽ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ആ ഒരു ഇക്വാലിറ്റിയും ജസ്റ്റിസും എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ദ വെൽഫെയർ സ്റ്റേറ്റ് വിഷൻ. അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പം സോ ഇറ്റ് ഇസ് ടു ബ്രിങ് അബൌട്ട് സോഷ്യൽ വെൽഫെയർ ഫോർ എവ്രി വൺ എന്നുള്ള ആ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് he advocated for policies supporting the vulnerable. അപ്പൊ ഇവിടെ വൾണറബിൾ ആയിട്ടുള്ളത് ആരാണ്? വൾണറബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ആ ഒരു മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിനെ തന്നെയാണ് അല്ലേ. ആൻഡ് അദ്ദേഹത്തിന്റെ കോ പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ദി സ്വരാജ്. അപ്പൊ സ്വരാജ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ആ ഒരു സെൽഫ് റൂൾ തന്നെയാണ് അല്ലെ. ഗാന്ധിയുടെ കോൺസെപ്റ്റ് ഓഫ് സ്വരാജ് എന്ന് പറയുന്നത് ഇറ്റ് ഗോസ് ഫാർ ബിയോണ്ട് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ്. പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് മാത്രമല്ല ഇവിടെ അല്ലെങ്കിൽ കണക്കിലെടുക്കുന്നത്, ആ ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ, ആ ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ സെൽഫ് റൂൾ വരണം എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് നോൺ വയലൻസ്, അതിനെയാണ് നമ്മൾ അഹിംസ എന്ന് പറയുന്നത് അല്ലേ. സോ എഗെയിൻ അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ് ഗാന്ധിയൻ തോട്ടിൽ. അപ്പോ ഇതിനകത്ത് എന്താ പറയേണ്ടത്? ജസ്റ്റ് ആ ഒരു ഫിസിക്കൽ നോൺ വയലൻസ് മാത്രമല്ല, ഇതിനകത്ത് there is also non violence in thought, in word and in deed എന്നുള്ളതാണ്. ആൻഡ് മറ്റൊന്ന് സ്വദേശി അല്ലെങ്കിൽ ആ ഒരു സെൽഫ് സഫിഷ്യൻസിയിലേക്ക് എത്തുക എന്നുള്ളത് അല്ലെ. അതിനാണ് ആ ഒരു സ്വദേശി മൂവ്മെന്റ് ശരിക്കും അദ്ദേഹം കൊണ്ടുവന്നത്. ആൻഡ് ദെൻ വി ഹാവ് ദി സർവോദയ. സർവോദയ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു യൂണിവേഴ്സൽ അപ്ലിഫ്റ്റ്മെന്റ് എന്നുള്ളത്. സോ ഹിയർ ഫോക്കസസ് ഓൺ വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ് ഫോർ ഓൾ. എല്ലാവർക്കും ആ ഒരു സോഷ്യൽ ആയിരുന്നാലും എക്കണോമിക് ആയിരുന്നാലും ഒരു സ്പിരിച്വൽ ഡെവലപ്മെന്റ് ആയിരുന്നാലും കംപ്ലീറ്റ് എല്ലാവർക്കും ഒരേപോലെ അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിനകത്ത് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ആ ഒരു ഗാന്ധിയൻ ഐഡിയോളജി എങ്ങനെയാണ് അത് പ്രാക്ടീസിൽ വരിക എന്നുള്ള ഒന്ന് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത്. അപ്പോ ഇത് അദ്ദേഹത്തിന്റെ ആ ഒരു ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ആ ഒരു വർക്കില് ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പൂർണ്ണ സ്വരാജ് എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ആ ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം എന്നുള്ളത് മാത്രമല്ല, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ മോറൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. അവിടെ മോറൽ ഡെവലപ്മെന്റും എക്കണോമിക് ഡെവലപ്മെന്റും അവിടെ അതിനകത്ത് വരും. ആൻഡ് ദെൻ കംസ് ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നുള്ളത്. അപ്പോൾ ഗാന്ധിയൻ സോഷ്യൽ വർക്ക് അഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എംഫസിസ് ഇസ് ഓൺ ദ ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ്. കമ്മ്യൂണിറ്റി എംപവർമെന്റ്, ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ആണ് ശരിക്കും അവിടെ ഫോക്കസ് ചെയ്യുന്നത്.
അപ്പോൾ യുനോ ശരിക്കും രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നാലും എഡ്യൂക്കേഷൻ ആയിരുന്നാലും ഹെൽത്ത് ആയിരുന്നാലും സാനിറ്റേഷൻ ആയിരുന്നാലും ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസിലുള്ളത് ആ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി. ആൻഡ് ദെൻ ഹി ഓൾസോ അദ്ദേഹത്തിന്റെ ഒരു ഐഡിയോളജി ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇസ് നോൺ വയലന്റ് ആക്ടിവിസം. അപ്പൊ ഇവിടെ ഹി അഡ്വക്കേറ്റ്സ് ഫോർ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ്, അല്ലെ, ആ ഒരു സോഷ്യൽ ജസ്റ്റിസിനും പീസ്ഫുൾ പ്രൊട്ടസ്റ്റിനുമാണ്. ആൻഡ് ദെൻ ഹി ടോക്സ് അബൌട്ട് ദ എക്കണോമിക് സെൽഫ് സഫിഷ്യൻസി. അപ്പോൾ ലോക്കൽ ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രാക്ടീസസ് അവിടെ കൊണ്ടുവരിക. ലോക്കൽ ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ മാത്രമേ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുകയുള്ളൂ. അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുമ്പോഴാണ് യുനോ പോവർട്ടി അവിടെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണ് ശരിക്കും എന്താ പറയണ്ടേ, ഒരു എക്കണോമിക് സസ്റ്റൈനബിലിറ്റി അവിടെ നിലനിർത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കൂ എന്നാണ്. ആൻഡ് ദെൻ നമ്മൾ തുടക്കത്തിൽ നോക്കിയിരുന്ന വി വിൽ ഓൾസോ ഡിസ്കസ് ദി ഇൻസ്പിറേഷൻസ് ഫ്രം റസ്കിൻ, ടോൾസ്റ്റോയ് ആൻഡ് തോറിയോ. അപ്പം റസ്കിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഇൻഫ്ലുവൻസ്ഡ് ഗാന്ധി വിത്ത് ഐഡിയാസ് ഓൺ ദി ഇന്റർകണക്റ്റഡ്നെസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് വെൽഫെയർ. അപ്പം എന്താ പറയേണ്ടത്, റസ്കിന്റെ ഐഡിയ തന്നെയായിരുന്നു ഈ ഒരു ഇന്റർകണക്റ്റഡ്നെസ് ഉണ്ടാകണം, അതായത് ഒരു വ്യക്തി ലെവലിലും ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു വെൽഫെയറിനും ഇന്റർകണക്റ്റഡ്. കാരണം ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണല്ലോ കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്റർകണക്റ്റഡ്നെസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഗുഡ് എന്നുള്ളത്. അപ്പോൾ വെൽഫെയർ ഓഫ് ഇൻഡിവിജ്വൽസ് തന്നെയാണ് ഓരോ വ്യക്തിയും ബെറ്റർ ആകുമ്പോഴത്തേക്ക് അവർ ജീവിക്കുന്ന കമ്മ്യൂണിറ്റി ബെറ്റർ ആകും എന്നുള്ളത്. ഈ ഒരു ഐഡിയ ഗാന്ധി അഡോപ്റ്റ് ചെയ്തിരുന്നു. ആൻഡ് ദെൻ കംസ് ആ ഒരു എന്താ പറയേണ്ടത്, ഈക്വൽ വാല്യൂ ഫോർ ഓൾ ഫോംസ് ഓഫ് ലേബർ എന്നുള്ളത് എഗെയിൻ അത് റസ്കിന്റെ തന്നെ ഒരു ഐഡിയ ആയിരുന്നു. എല്ലാ തരത്തിലുള്ള ലേബറിനും, അത് ഇന്റലക്ച്വൽ ലേബർ ആയിരുന്നാലും മാനുവൽ ലേബർ ആയിരുന്നാലും എല്ലാം ഈക്വൽ വാല്യൂ ആണ് അതിനുള്ളത് എന്നുള്ളത്. ആൻഡ് ആ ഒരു മാനുവൽ വർക്കിന് ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്നുള്ളത് എഗെയിൻ റസ്കിന്റെ ആ ഒരു ഐഡിയ ആയിരുന്നു. അപ്പം മാനുവൽ വർക്കിന് ഡിഗ്നിറ്റി, അതായത് ആ ഒരു ലേബർ വർക്ക്, കൂലിപ്പണി, അതിനും ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്നുള്ളത് ശരിക്കും റസ്കിന്റെ ഫിലോസഫി തന്നെയാണ്. അതാണ് ഗാന്ധി ശരിക്കും അദ്ദേഹത്തിന്റെ സ്വന്തം പ്രാക്ടീസിലേക്ക് എന്താ പറയേണ്ടത് ആഡ് ചെയ്ത് കൊണ്ടുവന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ ടോൾസ്റ്റോയുടെ വർക്ക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ചും ആ ഒരു ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിതിൻ യു എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കാണ് ശരിക്കും എന്താ പറയേണ്ടത് ഗാന്ധിയെ ഒത്തിരി അധികം ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിതിൻ യു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സെറ്റ് ഓഫ് എസേസ് ആണ്. ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ക്രിസ്ത്യാനിറ്റി ആൻഡ് പേട്രിയോട്ടിസം. അപ്പൊ അതിലാണ് അദ്ദേഹം ട്രൂത്ത്, ലവ്, നോൺ വയലൻസ് ഇതിനെക്കുറിച്ച് ടോൾസ്റ്റോയ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, അല്ലെ. ആൻഡ് അഗെയിൻ സിംപ്ലിസിറ്റി ഓഫ് ലൈഫ് ആൻഡ് പ്യൂരിറ്റി ഓഫ് പേർപ്പസ്, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചും ടോൾസ്റ്റോയ് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ടോൾസ്റ്റോയുടെ ആ ഒരു ലൈഫും ടീച്ചിങ്സും നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് ഓൺ സിംപ്ലിസിറ്റി ആൻഡ് ഇറ്റ് വാസ് ഓൺ പ്യൂരിറ്റി ഓഫ് പേർപ്പസ്. ഉദ്ദേശം, നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുക, സതുദ്ദേശം എന്ന് നമ്മൾ പറയത്തില്ലേ, ഇതും ഇറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് ഗാന്ധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Now, what are Thoreau's influence നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഹെൻറി ഡേവിഡ് തോറിയോയുടെ എസ്സേ സിവിൽ ഡിസൊബീഡിയൻസ് എന്നുള്ള അദ്ദേഹത്തിന്റെ എസ്സേ വളരെ പ്രൊഫൈൻഡ് ആയിട്ട് ഗാന്ധിയുടെ ആ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസത്തിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ സിവിൽ ഡിസൊബീഡിയൻസ്, അപ്പൊ തോറയുടെ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഈ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിഫ്യൂസ് ടു കംപ്ലൈ വിത്ത് അൺജസ്റ്റ് ലോസ്. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് എന്ന നിലയിൽ ഒരു നിയമം, ആ നിയമം നമുക്ക് നല്ലതല്ല എന്ന് തോന്നിയാൽ ആ നിയമം അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഡീപ്പായിട്ട് ഗാന്ധിയെ ഇൻഫ്ലുവൻസ് ചെയ്തു. ആൻഡ് ഗാന്ധി ഈ ഒരു ഐഡിയ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ട്രാറ്റജി, അതായത് നോൺ വയലന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്നുള്ള കൊളോണിയൽ റൂളിനെതിരെയുള്ള ആ ഒരു സ്ട്രാറ്റജിയിൽ അദ്ദേഹം ഇത് ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളത്. ആൻഡ് ദെൻ there is also this concept of individual freedom and government എന്നുള്ളത്. അപ്പൊ തോറിയുടെ മറ്റൊരു അസേർഷൻ അവിടെയുണ്ട്, അതായത് ഗവൺമെന്റ് ഇസ് ബെസ്റ്റ് വിച്ച് ഗവേൺസ് ലീസ്റ്റ് എന്നുള്ളത്. ഏറ്റവും നല്ല ഗവൺമെന്റ് എന്ന് പറയുന്നത് വളരെ ലീസ്റ്റ് ആയിട്ട് ഗവൺ ചെയ്യുന്നവരാണ് എന്നുള്ളത്. അപ്പൊ ഇതും ശരിക്കും ആ ഒരു ഗാന്ധിയുടെ സ്വന്തം ബിലീഫ്, അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പരിമിതമായ ഇന്റർവെൻഷനെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാവുള്ളൂ. സോ ഗാന്ധി ആർഗ്യൂഡ് ഫോർ സെൽഫ് ഗവർണൻസ്,
and also on the importance of individual and community autonomy. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വലിനും ആ ഇൻഡിവിജ്വൽ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയും ഓട്ടോണമസ് ആകണം എന്നുള്ളതാണ് ശരിക്കും ഇവിടെ മറ്റൊരു ബിലീഫ് അവിടെ എടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് വന്നേക്കുന്ന ഇൻഫ്ലുവൻസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ദീസ് ആർ ദ ഇൻസ്പിറേഷൻസ് ദറ്റ് ഗാന്ധി ഹാഡ് ഫ്രം റസ്കിൻ ടോൾസ്റ്റോയ് ആൻഡ് ഫോർഹെഡ്. ഓക്കെ, ഇനി we will look at a few questions and their answer. Here is the first one. Which of the following periods was crucial in integrating liberalism into social work practices, particularly in advocating for labor rights, child welfare, and education in reforms? ഇത് പ്രോഗ്രസീവ് ഇറയുടെ കാര്യമാണ് നമ്മളിവിടെ ഈ പറയുന്നത് അല്ലേ. പ്രോഗ്രസീവ് ഇറ എന്ന് പറയുന്നത് 1980s മുതൽ 1890s മുതൽ 1920s വരെ, റൈറ്റ്. അടുത്ത ചോദ്യം ഇതാണ്. Liberalism's influence on social work is primarily seen in its emphasis on. ലിബറലിസത്തിന്റെ ആ ഒരു സ്വാധീനം സോഷ്യൽ വർക്കിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക? ബിക്കോസ് ഇറ്റ് എംഫസൈസസ് ഓൺ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ഓട്ടോണമി എന്നുള്ളത്. മൂന്നാമത്തെ ചോദ്യം. Civil rights movements of the 1950s and 60s reinforced which of the following ideologies within social work? ഏത് ഐഡിയോളജിയാണ്? ലിബറലിസത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഇൻഡിവിജ്വൽ റൈറ്റ്സും ഇക്വാളിറ്റിയും ഇതാണ് വളരെ ക്ലോസ് ആയിട്ട് ആ ഒരു ലിബറൽ ഐഡിയോളജിയുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നത്. And question number 4. Which philosopher is most associated with the foundational principles of liberalism that influence social work? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് is John Locke. അപ്പോൾ John Locke is often considered the father of liberalism. ഇത് നിങ്ങളുടെ നോട്ട്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ ബി is the right answer. And question number 5. The development of which social safety net in the 1930s was influenced by liberal ideology in social work? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് is ഓപ്ഷൻ ബി, സോഷ്യൽ സെക്യൂരിറ്റി എന്നുള്ളത്. ഓക്കെ, ഇനി നിങ്ങളുടെ നോട്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അധികം ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നോട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജോയിൻ മൈ ഗ്രൂപ്പ്. ആ ഒരു വാട്സാപ്പിലെ ഗ്രൂപ്പാണ്. ഇറ്റ്സ് വെരി ഈസി ടു ജോയിൻ. ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ്സിൽ കൊടുത്തിട്ടുണ്ടാകും. എന്താ പറയണ്ടേ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അത് കൊടുത്തിട്ടുണ്ട് ലിങ്ക്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് യു ജസ്റ്റ് ഹാവ് ടു ജോയിൻ. ആൻഡ് എല്ലാ നോട്ട്സും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വിസസ്, ഡെയിലി ക്വിസ് ആൻഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിലൂടെ കണ്ടക്ട് ചെയ്യും. So once again, thank you very much for watching this part and wish you a good day.